Radio Lime News Update. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. കോവിഡ് കാലത്ത് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മോഷ്ടിച്ച് eBay വഴി വിൽപ്പന നടത്തിയ ഇന്ത്യൻ വംശജയായ ഡോക്ടറെ ജോലിയിൽ നിന്നും പുറത്താക്കി. ഗ്ലാസ്ഗോയിലെ എയർ മൈറോസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ആദിയ ഷെയ്ഖിനെയാണ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ട്രിബ്യൂണൽ സർവീസ് മെഡിക്കൽ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്തത്. ആദിയയും ഭർത്താവ് ഒമർ ഷെയ്ഖും ചേർന്ന് നടത്തിയ വിശ്വാസവഞ്ചനയിലൂടെ ഏകദേശം 8,000 പൗണ്ട് ലാഭമുണ്ടാക്കിയതായാണ് കണ്ടെത്തൽ. കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ദമ്പതികൾ കഴിഞ്ഞ വർഷം 10 മാസം വീതം തടവ് ശിക്ഷയും വിധിച്ചിരുന്നു. 2020 UK-ൽ കോവിഡ് അതിവേഗം പടർന്നു പിടിക്കുകയും ആശുപത്രിയിൽ PPE കിറ്റുകൾക്ക് കടുത്ത ക്ഷാമം നേരിടുകയും ചെയ്ത സമയത്താണ് ഇവർ കൃത്യം നടത്തിയത്. ആശുപത്രിയിൽ നിന്ന് മോഷ്ടിച്ച ഗ്ലൗസുകൾ, മാസ്കുകൾ, വൈപ്പുകൾ എന്നിവ 4 വ്യത്യസ്ത eBay അക്കൗണ്ടുകൾ വഴിയാണ് വിറ്റഴിച്ചത്. ഒരു പെട്ടി ഗ്ലൗസിന് 15 മുതൽ 20 പൗണ്ട് വരെയാണ് വില ഈടാക്കിയിരുന്നത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് ശൃംഖലയായ ലോയ്ഡ്സ് ബാങ്കിംഗ് ഗ്രൂപ്പ് 95 ഹൈസ്ട്രീറ്റ് ബ്രാഞ്ചുകൾ കൂടി അടയ്ക്കുവാൻ തീരുമാനിച്ചു. നേരിട്ട് ബ്രാഞ്ചുകളിലെത്തുന്ന ഉപഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നതും ഓൺലൈൻ സേവനദാതാക്കളുടെ ആവശ്യകത വർദ്ധിക്കുന്നതുമാണ് ഈ നീക്കത്തിന് പിന്നിൽ. ലോയ്ഡ്സ് ബാങ്കിന്റെ 53 ശാഖകളും ഹാലിഫാക്സിന്റെ 31 ബ്രാഞ്ചുകളും ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡിന്റെ 11 ബ്രാഞ്ചുകളും 2027 മെയ് മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കും. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന 49 ബ്രാഞ്ചുകളുടെ ക്ലോസിംഗ് ഈ വർഷം ഒക്ടോബറോടെ പൂർത്തിയാകും. ഇതിനു പുറമെ പുതുതായി പ്രഖ്യാപിച്ച 95 ബ്രാഞ്ചുകളും അടച്ചുപൂട്ടുന്നതോടെ ബാങ്കിന് 610 ബ്രാഞ്ചുകൾ മാത്രമേ അവശേഷിക്കൂ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാക് സംഘർഷം ആണവായുധത്തിലേക്ക് പോകാതെ അവസാനിപ്പിച്ചത് തന്റെ ഇടപെടൽ മൂലമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വീണ്ടും അങ്ങനെ അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ്. ഭീമമായ തീരുവ ചുമത്തുമെന്ന ഭീഷണിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിൽ നയിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുക വഴി കുറഞ്ഞത് 1 കോടി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞുവെന്നും ട്രംപ് പറയുന്നു. കുറഞ്ഞത് 8 യുദ്ധങ്ങളെങ്കിലും താൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 6 തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ആളുകൾ മരിക്കുന്നത് എനിക്ക് കാണാനാവില്ല എന്നും ട്രംപ് പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8 അധ്യാപകരെ പൂട്ടിയിട്ടു. ചങ്ങനാശ്ശേരിയിലെ ഹോട്ടലിലെ കസേരയും മേശയും പണിമുടക്കാനുകൂലികൾ അടിച്ചു തകർത്തു. ഭക്ഷണം കഴിക്കാനെത്തിയ ആളുകളെ ഇറക്കിവിട്ടു. സംഭവത്തിൽ എമറോൾഡ് ഹോട്ടൽ ഉടമ പോലീസിൽ പരാതി നൽകി. ലോക്സഭയിൽ ബജറ്റ് ചർച്ചയ്ക്കിടെ എഫ്സ്റ്റീൻ ഫയലിൽ പേരുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ മറുപടി. എഫ്സ്റ്റീനുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ച ഹർദീപ് സിംഗ് അത് പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായിട്ടാണെന്ന് വ്യക്തമാക്കി. അദ്ദേഹവുമായി ഒരു ഇമെയിൽ മാത്രമേ കൈമാറിയിട്ടുള്ളൂവെന്നും രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ബീവറേജസ് കോർപ്പറേഷൻ പുറത്തിറക്കാൻ പോകുന്ന പുതിയ മദ്യത്തിന് പേരിടാൻ സമ്മാന പദ്ധതി പ്രഖ്യാപിച്ച നടപടിക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. പാലക്കാട് മലബാർ ഡിസ്റ്റിലറീസിൽ നിന്നിറക്കുന്ന ബ്രാൻഡിക്ക് പേര് കണ്ടുപിടിക്കുന്നവർക്ക് 10,000 രൂപയാണ് ബെവ്കോ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം മികച്ച പേര് നിർദ്ദേശിക്കുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിച്ചത് തങ്ങളല്ലെന്ന് ബെവ്കോ കോടതിയെ അറിയിച്ചു. മദ്യത്തിന് പേരിടുന്നതിൽ മത്സരം നടത്തിയ നടപടി വിമർശനത്തിന് ഇടയാക്കിയതോടെയാണ് ഹൈക്കോടതിയിൽ തങ്ങളല്ല ഇതിന് പിന്നിലെന്ന് വ്യക്തമാക്കി മറുപടി സത്യവാങ്മൂലം നൽകിയത്. ബെവ്കോ സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യയിൽ നടക്കുന്ന 2020 ലോകകപ്പ് ബഹിഷ്കരിക്കുവാനുള്ള തീരുമാനം എടുത്തത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും താരങ്ങളുമാണെന്ന് കായിക ഉപദേഷ്ടാവ് ആസിഫ് നസ്രുലിന്റെ പ്രതികരണത്തിന് പരക്കെ വിമർശനം. പ്രതികരണം വിവാദമായതോടെ U-ടേൺ അടിച്ച് ആസിഫ് നസ്രും വീണ്ടും രംഗത്തെത്തി. ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പിൽ കളിക്കേണ്ടത് സർക്കാർ തലത്തിലുണ്ടായ തീരുമാനമാണെന്ന് ആസിഫ് വിശദീകരിച്ചു. നേരത്തെ താൻ ഉദ്ദേശിച്ച കാര്യം വ്യക്തമായി വിശദീകരിക്കുവാൻ സാധിക്കാത്തതിലെ പ്രശ്നമാണെന്നും ആസിഫ് ന്യായീകരിച്ചു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തയ്യാറെടുപ്പില്ലാതെ പറഞ്ഞതാണെന്നും ലോകകപ്പ് കളിക്കാത്തതിൽ നിരാശയുണ്ടോ എന്ന ചോദ്യം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമെന്നും ആസിഫ് വ്യക്തമാക്കി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 123.62 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ്